നമസ്കാരം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവന എന്നാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം കോൺഗ്രസിന് 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ ശശി തരൂർ, KC വേണുഗോപാൽ, VD സതീശൻ, K മുരളീധരൻ, ഇങ്ങനെ ഒരു 6, K സുധാകരൻ, ഇങ്ങനെ ഒരു 6 പേരുടെ പേരാണ് അദ്ദേഹം പറയുന്നത്, രമേശ് ചെന്നിത്തല. അപ്പോൾ എനിക്ക് സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPM സംബന്ധിച്ചിട്ട് CPM പാലക്കാട് ഉണ്ടായിട്ടുള്ള ഒരു പരാജയം, മറിച്ച് ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള വൻ പരാജയം. ഇപ്പം പാലക്കാട് ഈ ചേലക്കരയിൽ നാമമാത്രമായിട്ട് അവരുടെ സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചു എങ്കിൽ തന്നെയും അവർക്ക് CPM അവിടെ ഏറ്റിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നത് എന്നെ തീരെ അങ്ങോട്ട് നമുക്ക് നിസ്സാരവൽക്കരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2021 ഉണ്ടായിരുന്നതിൽ നിന്നാണ് അവർക്ക് ഇത്തവണ അത് വെറും 10,200 വോട്ട് അല്ലെ 12,200 കുറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം തന്നെ BJPക്ക് അവിടെ 9,000 പരം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനേക്കാൾ 8,000 വോട്ട് കൂടുതലായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വോട്ടുകൾ മുഴുവൻ CPM പക്ഷത്തു നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 8,000 രമ്യ ഹരിദാസ് കൂടുതൽ പിടിച്ചിട്ടുള്ള 8,000-വും അതോടൊപ്പം തന്നെ ഈ 9,000, അതായത് BJPയുടെ 9,000, സുധീറിൻ്റെ ഏകദേശം 3,000-ന് മേളിലുള്ള വോട്ടുകൾ. അപ്പോൾ ഏകദേശം 20,000-ഓളം വോട്ടുകൾ CPM പക്ഷത്തു നിന്നും 3 മുന്നണികൾക്കായിട്ട്, 3 മുന്നണികൾ എന്ന് പറയാൻ വേണ്ടി 2 മുന്നണികൾക്കും ഒരു സ്വതന്ത്രനുമായിട്ട് വീതം വെച്ചുപോയ കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ സമയത്തും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ചേലക്കര പിടിച്ചെടുത്തു, ചേലക്കര ചെങ്കോട്ടയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചേലക്കരയിലെ പല CPM പ്രവർത്തകരും CPM സ്ഥാനാർത്ഥി ഇത്തവണ വിജയിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഇത്തവണ ചേലക്കര ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷന് ശേഷവും ഇപ്പം ഈ BJPയിലെ കലഹം മൂലമാണ് ഈ CPM കലഹങ്ങൾ പുറത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ CPM വിഷയങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് ആവാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ഒരുപക്ഷെ ഇലക്ഷന് ശേഷം CPM ഉണ്ടാകാമായിരുന്ന വലിയ പൊട്ടിത്തെറി അത് കുറച്ചു കൊണ്ടുവന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ BJP കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. BJP കേന്ദ്രങ്ങളിലാണ് പ്രശ്നങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ടിരുന്നു. ശരിക്കും BJPക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇലക്ഷന് ശേഷമുള്ള CPM നിലപാടുകളെ എങ്ങനെ നോക്കിക്കാണുന്നു? CPM സംബന്ധിച്ച് CPM ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഉണ്ടായിരിക്കുന്ന തിരിച്ചടികളെക്കുറിച്ചുള്ള പഠനവും അതിന് അവലോകനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവ പുറത്തു വരുള്ളൂ. ഇപ്പം നമ്മളിവിടെ കാണേണ്ടത് CPM സമ്മേളന കാലത്താണ് ഈ 2 സ്ഥലങ്ങളിലും വയനാടടക്കം 3 ഇലക്ഷൻ നടന്നിട്ടുള്ളത്. വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് LDF ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് നമ്മൾ ഈ സമയത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് വയനാട്ടിൽ സംഭവിച്ചതെന്നുള്ളത് എന്തായാലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ പാലക്കാടുണ്ടായ പരാജയത്തെയാണ് യഥാർത്ഥത്തിൽ CPM വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ടത്. ഇവരുടെ ഈ തട്ടിക്കൂട്ട് രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ വെറുപ്പും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ CPM തിരിച്ചറിയേണ്ടതാണ്. മാത്രമല്ല, കോൺഗ്രസിനെതിരെ ഇവർ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കും. കേരളത്തിൽ വരുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുകൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം, അതായത് പാലക്കാടുണ്ടായ പരാജയം, ഇപ്പം ചോദിക്കും പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പരാജയമല്ലേ? അതെ. അതിന് മുമ്പിലുണ്ടായ പരാജയമല്ലേ? അതെ. 3 തവണ ഉണ്ടായ പരാജയവും CPM വലിയ രീതിയിൽ തന്നെ എങ്കിൽ പോലും ഇത്തവണ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടത്. ഇപ്പം പുതുപ്പള്ളി ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള തിരിച്ചടിയോ അല്ലെങ്കിൽ തൃക്കാക്കരയിൽ ഉണ്ടായ തിരിച്ചടിയോ പോലെയല്ല ഈ ഇവിടെ ഉണ്ടായ തിരിച്ചടി എന്ന് നമ്മൾ കാണണം. പാലക്കാട് ഉണ്ടായ തിരിച്ചടി, പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് CPM ചേർന്നുകൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും വലിയ രീതിയിൽ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി വന്ന രാഹുൽ മാങ്കൂട്ടത്തെയും അവിടെ നിന്ന് രാജിവെച്ച് വടകരയിൽ പോയി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പാർലമെന്റിലേക്ക് പോയ ഷാഫി പറമ്പിലിനെയും വലിയ രീതിയിൽ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എല്ലാ തരത്തിലും പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് അവിടെ ഉണ്ടാക്കിയ വിഷയങ്ങൾ തൊട്ട് ഏറ്റവും അവസാനത്തെ ദിവസം വരെ, ഇപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നാണ് ഉണ്ടായത്.
എന്നിട്ട് ഈ അവിടെയുള്ള ഒരു 2 ന്യൂനപക്ഷങ്ങളുടെ മാനേജ്മെന്റുള്ള പത്രങ്ങളിൽ ഈ പരസ്യം കൊടുക്കുകയും അത് എല്ലാ മുസ്ലിം ന്യൂനപക്ഷ വീടുകളിലും കൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്തു. ഈ ഒരു അവസാനത്തെ ഈ പ്രയോഗത്തിലൂടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടി, കരിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതൊന്നും അവിടെയുള്ള സാധാരണക്കാരായ വോട്ടർമാർ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ CPM-ന്റെ രാഷ്ട്രീയപരമായുള്ള നീക്കങ്ങൾക്കെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. ഇപ്പം ഇത് തന്നെയാണ് വടകരയിലും പയറ്റാൻ നോക്കിയത്, വേറൊരു രീതിയിലായിരുന്നു. ഇത്തരത്തിലുള്ള CPM-ന്റെ വർഗീയ കാർഡും അതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള അസത്യങ്ങൾ വിളിച്ചു പറയുകയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ ഒഴിവാക്കിക്കൊണ്ട് വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടും എന്നുള്ളത് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും ഈ 2 സ്ഥലങ്ങളിലും ആഞ്ഞടിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് 38,000 വോട്ടിൽ നിന്ന് അത് 12,000 സംതിങ് വോട്ടുകളിലേക്ക് കുറഞ്ഞത് എന്നുള്ള ഒരു ആത്മപരിശോധന നടത്താനെങ്കിലും CPM തയ്യാറാണ്. അപ്പം സാങ്കേതികമായി അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ CPM-ന് ചേലക്കരിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടെന്നുള്ള രാഷ്ട്രീയ സത്യം ഇനിയെങ്കിലും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മറ്റ് ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂരിലെ PP ദിവ്യയുടെ വിഷയങ്ങളായാലും ശരി, EP ജയരാജൻ വിഷയങ്ങളായാലും ശരി, ഈ പാലക്കാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പെട്ടി അന്വേഷിച്ച്, നീലപ്പെട്ടി അന്വേഷിച്ച് CPM നടത്തിയ യാത്രകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഈ വളരെ നെറികെട്ട രീതിയിലുള്ള ഇത്തരം പ്രചരണ പരിപാടികൾ CPM ഇനിയും തുടർന്നാൽ കേരള ജനത മൊത്തത്തിൽ ഇവർക്ക് വലിയ തിരിച്ചടി കൊടുക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളെയും ഒക്കെ കാണേണ്ടത്. CPM ഇതെങ്ങനെ വിലയിരുത്തും എന്ന് ചോദിച്ചാൽ CPM എല്ലാ കാലത്തും CPM-ന്റെ ആ രീതിയിലേ വിലയിരുത്താറുള്ളൂ. എന്താണ് സത്യം എന്ന് തിരിച്ചറിയുന്നതിനപ്പുറം ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ CPM യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ പോയത് അല്ലെങ്കിൽ അംഗീകരിക്കാതെ പോയെന്താണ്, പിണറായി വിജയന്റെ ഈ തരത്തിലുള്ള ശൈലികൾ ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുണ്ടെന്നും ഇത് കേരള ജനതയ്ക്ക് വലിയ രീതിയിൽ ഇവരോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പാർലമെന്റ് ഇലക്ഷൻ ഉപയോഗിച്ചു എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആര് തയ്യാറായില്ല? പിണറായി വിജയനോ CPM നേതൃത്വമോ തയ്യാറായില്ല. പക്ഷേ ഈ ഇവിടങ്ങളിലെല്ലാം നടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകളിലൊക്കെ കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇവിടെ കേരളത്തിൽ ഒരു ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. ഈ ഭരണവിരുദ്ധ വികാരത്തെ അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ശൈലി മാറ്റത്തിനോ ഒന്നും തയ്യാറാവാതെ ഞങ്ങൾ വളരെ നിഷ്പക്ഷമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത് എന്ന രീതിയിൽ തന്നെ ഇവർ മുന്നോട്ട് പോവുകയും ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ലാന്ന് ഇടക്കിടക്ക് ഗോവിന്ദ മാഷ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് ഈ പാർട്ടിക്ക് വരും കാലങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അപ്പം ഗോവിന്ദ മാഷ് CPM ആദ്യം തുടങ്ങിയെടുത്ത് പറയുന്നത്, ഗോവിന്ദ മാഷ് പറഞ്ഞു 6 മുഖ്യമന്ത്രിമാരുണ്ടെന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നാഷണൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താ, പ്രാപ്തരായ 6 പേരുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ CPM-ൽ ആരാണ് ഇനി മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നു പാർട്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പ്രാപ്തനായ ഒരാൾ പോലും ഇല്ലെന്നും ഞാൻ മാത്രമേ ഉള്ളൂ എന്നും ഞാൻ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള സന്ദേശം അദ്ദേഹം കൊടുക്കുന്നത്. താൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ളതാണ്. ഇത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധപതനമായിട്ടാണ് നമ്മൾ ഈ കാണേണ്ടത്. ആരാണ് പാർട്ടിയിൽ രണ്ടാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-ന് മറുപടിയില്ല. അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി CPM അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ 2ാം നിരക്കിലുള്ള നേതാക്കന്മാരിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി CPM-ലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1ാം നിരയിലും 2ാം നിരയിലും 3ാം നിരയിലും പ്രാപ്തരായ യുവ നേതാക്കളെ അടക്കം വളർത്തിക്കൊണ്ടുവരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അവർ എന്ത് വിലയും കൊടുത്ത് പാലക്കാട് വിജയിപ്പിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എന്താണ്, 3ാം നിരയിലുള്ള നേതാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് യുവ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിനെ അവർ വടകരയിൽ കൊണ്ടുപോയി ജയിപ്പിച്ച് MP ആക്കുന്നു, പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ അയക്കുന്നു. ശക്തരായ ഒരു നേതാവായി അദ്ദേഹം പാർലമെന്റിൽ വളരുന്നു. അതേ സമയത്ത് തന്നെ ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിജയം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വലിയൊരു വിജയമായി നമ്മൾ കാണണം. കാരണം ഈ K മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാതിനെതിരെ ഏറ്റവും കൂടുതൽ വിലപിച്ചത് ആരാണ്? CPM. പിന്നെ വിലപിച്ചത് ആരാണ്? BJP.
യഥാർത്ഥത്തിൽ കെ മുരളീധരനെ വീണ്ടും വീണ്ടും ഈ വെറുതെ അപ്പുറം കൊണ്ട് ഉപ്പയും കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കുന്നതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ഒരു യുവമുഖത്തെ അവതരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് ഒരു ദിവസം പോലും കാത്തിരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അവരുടെ ഈ വിജയത്തിന് കാരണം. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPM-ഉം BJP-യും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് SDP-യുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഈ പ്രാവശ്യം UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെന്നാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന്, കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ പഴയ ഒരു പത്രസമ്മേളനം, ഈ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വിജയത്തിന് PDP ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, SDPI ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ പിണറായി വിജയന്റെ കുട്ടി സഖാക്കളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് SDPIയുടെ നമ്മുടെ SDPIക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു വോട്ടില്ലല്ലോ. വോട്ടെന്ന് പറഞ്ഞ ഒരു പൗരനാണ് വോട്ടുള്ളത്. അവൻ SDPIക്കാരനായിക്കോട്ടെ, വോട്ട് മേടിച്ചുകൊണ്ട് ഒരു പാർട്ടി ഓഫീസ് കൊടുക്കുന്ന സമ്പ്രദായം. അങ്ങനെയാണെങ്കിൽ 39,200 വോട്ടിനേക്കാൾ ഒരു 500 വോട്ടെങ്കിലും ചേലക്കരയിൽ കൂടുതൽ ഉണ്ടാവണമാണോ? പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. വോട്ട് എപ്പോഴും വോട്ട് തന്നെയാണ്. അതിനെ PDP എന്നും SDP എന്നും പറഞ്ഞ് വേർതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വർഗീയവാദികളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വർഗീയവാദികളുടെ വോട്ട് രാഹുൽ വാങ്ങിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ രാഹുലിന് കിട്ടിയേക്കുന്ന വോട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാരുടെ വോട്ടാണ്. അവിടെ നമ്മൾ വർഗീയമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പാലക്കാട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അവസരവാദ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ്. അതായത് CPM അവിടെ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയപരമായ പോരായ്മ അല്ലെങ്കിൽ അപക്വമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്ന P. സരിൻ എന്ന ആൾ പിറ്റേ ദിവസം CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഈ CPM പല സ്ഥലങ്ങളിലും പ്രയോഗിച്ച് പരാജയപ്പെട്ട ഒരു പരീക്ഷണം തന്നെയാണിത് എന്നും CPM തിരിച്ചറിയുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഒരുപക്ഷെ ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞു. ഇപ്പം സരിൻ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സരിൻ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നത് വലിയ നേട്ടമായി, രാഷ്ട്രീയ നേട്ടമായി ഞങ്ങൾ കാണുന്നു എന്ന് തന്നെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏതോ തരത്തിൽ ഞങ്ങൾക്ക് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന, വളരെ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകന ഒറ്റ ദിവസം കൊണ്ട് ചാടിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വിജയിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഒരു ആളിനെ ഇല്ലാതാക്കാൻ പറ്റി, കോൺഗ്രസിന്റെ ഒരു കേഡർ ഇല്ലാതാക്കാൻ പറ്റി എന്നുള്ളതാണ് അവർ കാണുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന എന്താണ്, ഈ CPM-ന്റെ കൂടെ അടിയുറച്ചു നിന്നിരുന്ന ആയിരക്കണക്കിന് യുവാക്കൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരൊക്കെ ഒലിച്ചു പോകുന്നു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഗോവിന്ദ മാഷ് അറിയുന്നില്ല, പിണറായി വിജയൻ അറിയുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയം കൂടിയുണ്ട്. ഇത് എവിടെയാണ് ലാഭം, എവിടെയാണ് നഷ്ടം എന്നുള്ളത് നോക്കുന്നതിന് പകരം ഞങ്ങൾ പറയുന്നത് എന്താണ്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അത് വോട്ടായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയ്ക്കാണ് യഥാർത്ഥത്തിൽ തയ്യാറാവേണ്ടത്. ഇപ്പം എല്ലാ കാലത്തും പിണറായി വിജയൻ പറയുന്ന ഒരു വലിയ വാക്കുണ്ട്, ഞങ്ങൾ 2ാം തവണയും അധികാരത്തിൽ വന്നത് ജനങ്ങളുടെ വോട്ട് മേടിച്ചാണെന്നും ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നും പറയുന്നതേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു വലിയൊരു ബോധ്യത്തിന്റെ പുറത്താണെന്നാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി പിണറായി വിജയൻ ഇവിടെ പറയുന്നതൊന്നുമല്ല ചെയ്യുന്നതെന്നും അഴിമതിയും പക്ഷപാതപരമായ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഹങ്കാരവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൂടി പിണറായി വിജയൻ തിരിച്ചറിയുമ്പോഴാണ് ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം ഇവർക്ക് വ്യക്തമാവുള്ളൂ. ഇപ്പം നവകേരള സദസ്സ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഇവിടെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പോരാട്ട നാടകം നടന്ന് നമുക്ക് എല്ലാവർക്കും ഓർക്കുകയാണ്. ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് നവംബർ 18 തൊട്ട് നടത്തിയ യാത്ര ഈ ജനുവരിയിലാണ് അവസാനിച്ചത്. അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ വിനോദയാത്രയൊക്കെ സംഘടിപ്പിച്ച് പല സ്ഥലങ്ങളിലും പോയി വലിയ പ്രസംഗങ്ങളും വലിയ ജനക്കൂട്ടത്തൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണ പരിപാടികളൊക്കെ നടത്തിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എത്ര പേർക്ക് ഇതിന്റെ ഗുണം കിട്ടി, ഇതിൽ പരാതികൾ ഉന്നയിച്ച എത്ര പേർക്ക്, ആവശ്യങ്ങൾ ഉന്നയിച്ച എത്ര പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളൊരു ഓഡിറ്റിംഗ് എങ്കിലും നടത്തണമായിരുന്നു. അത്തരത്തിലൊരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് പോലും ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതേ സമയത്താണല്ലോ പിന്നെ കുറെ ആളുകളെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെടിച്ചട്ടിയൊക്കെ എടുത്തിറങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ആളുകൾ അപ്പപ്പോൾ കണ്ടുകൊണ്ടിരുന്നൊന്നും ജനങ്ങൾ 1 വർഷം കഴിഞ്ഞാലോ 2 വർഷം കഴിഞ്ഞാലോ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ മറക്കില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ കൊല്ലം നവകേരള സദസ്സിന്റെ സമയത്ത് തല്ല് കിട്ടി ജയിലിൽ പോയ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അവിടെ MLA സത്യപ്രതിജ്ഞ ചെയ്യും. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ യഥാർത്ഥത്തിൽ നേതാവാക്കിയത്, അല്ലെങ്കിൽ പാലക്കാട് വിജയിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയെന്ന് വെച്ചാൽ പിണറായി വിജയനും CPM-ന്റെ നേതൃത്വം എടുക്കുന്ന ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും പോലീസും ആണെന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അവലോകനമാണ് CPM നടത്തുന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിന്റെ പാലക്കാട് തിളക്കമാർന്ന വിജയത്തിന് വഴിയൊരുക്കി കൊടുത്തത് ഞങ്ങളാണ് എന്നും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ. എങ്കിലും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കാം. ഇനി CPM ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ വിലയിരുത്തുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.